ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പായസമാണ്. അതൊരു വെറൈറ്റി പായസമാണ്. നമ്മുടെ ശീമച്ചക്ക കൊണ്ടാണ്. ശീമച്ചക്ക എന്നും പറയും, കടച്ചക്ക എന്നും പറയും. ഞങ്ങളുടെ ഇവിടെയൊക്കെ ശീമച്ചക്ക എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊരു പായസമാണ്. ഞാനത് തൊലി ചെത്തി കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ നന്നായി വേവിച്ചെടുക്കാം. ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്താണ് വേവിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല വിളഞ്ഞ ശീമച്ചക്കയാണ് എടുക്കേണ്ടത്. അതാകുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതുപോലെ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. വേവിച്ച് ഉടച്ചെടുത്ത ശീമച്ചക്ക, വേവിച്ച ചവ്വരി, 1/2 കിലോ ശർക്കര പാനിയാക്കി എടുത്തത്, 1-ാം പാലും 2-ാം പാലും, ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിൽ 2 സ്പൂണ് നെയ്യൊഴിച്ച് അതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിരിക്കുന്ന ശീമച്ചക്ക ഒന്ന് വരട്ടണം. ഒന്നൊന്ന് ചൂടായി ഇളക്കി ഒന്ന് വരുമ്പോഴത്തേക്ക് ഉടച്ചൊന്ന് എടുക്കുമ്പോഴത്തേക്കും പാനിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതൊഴിച്ച് നന്നായിട്ട് വരട്ടിയെടുക്കാം. ശീമച്ചക്കയിൽ കുഞ്ഞു കുഞ്ഞു തരി ഉണ്ടാവും. നമ്മൾ മിക്സിയിലൊന്നും അടിച്ചിട്ടല്ലല്ലോ, വെറുതെ തവി കൊണ്ട് ഉടച്ചെടുത്തതല്ലേ. അതുകൊണ്ട് തന്നെ അത് കുഴപ്പമില്ല, അതൊരു രസം ഉണ്ടാവും നമുക്ക് കഴിക്കുമ്പോഴേക്കും. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ചേർത്ത് ഒന്നും കൂടി നന്നായി വരട്ടിയെടുക്കണം. നല്ല പാകമാക്കി എടുത്താലേ പായസം നല്ലതായിട്ട് വരണ്ട് കിട്ടിയാലേ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ഇതിൽ കാണിക്കുന്ന ഒരു പാകം ഉണ്ടാവും, നല്ല ബലമായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ഒരു പാകം ആകുമ്പോഴേക്കും നമുക്ക് 2-ാം പാൽ ഒഴിച്ചെടുക്കാം. 2-ാം പാൽ ഒഴിച്ച് പായസം നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കണ്ട, ചെറു തീയിലിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതി, അത് തിളയ്ക്കണ്ട. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂണ് ചുക്കുപൊടിയും 1/2 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പാന് വച്ചിട്ട് അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നട്ട്സും കിസ്മിസും കുറച്ച് മൂപ്പിച്ച് നമുക്ക് പായസത്തിലേക്ക് ഇടാം. തേങ്ങാക്കൊത്തും നട്ട്സും മുന്തിരി ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ശീമച്ചക്ക പായസം നമുക്കിവിടെ റെഡിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും വിചാരിക്കും ചക്കയാണ്, വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല എന്ന് വിചാരിക്കും. പക്ഷേ ചക്കയാണെന്നൊന്നും നമ്മൾ കഴിക്കുമ്പോൾ തോന്നത്തില്ല. ഇന്നത്തെ വെറൈറ്റി സിമ്പിളുമായിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.